വിജയനഗര സാമ്രാജ്യമാണ് മക്കളെ ഈ പീരങ്കി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. വല്ലാത്തൊരു വിഷമമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഹിസ്റ്ററി അറിയാവുന്നവർക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. ആ കാണുന്നതൊക്കെ ബസാറുകളാണ് കേട്ടോ. തൂണ് കണ്ടില്ലേ നീളത്തിൽ, അത് ബസാറുകളാണ്, അങ്ങനത്തെ കമ്പോളങ്ങളാണ്. നമുക്ക് ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഷട്ടറിട്ട കടകളില്ല, അതേപോലെ അന്നത്തെ ചന്തകളാണ് അത്. ഓരോരുത്തരും ഓരോ ആൾക്കാർക്ക് അന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പുറകോട്ട് പോയിട്ട് വല്ലാത്ത അവസ്ഥയാണ്. ഇന്ന് എന്തൊരു രാജ്യമായിരുന്നിരിക്കണത് ഇത് അല്ലേ. ആ കാണുന്ന ഗോപുരമില്ലേ, വിരൂപാക്ഷ ക്ഷേത്രമാണേ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് വലിയ കേടുപാടുകൾ കൂടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുരാവസ്തു വകുപ്പുകാർ ഇപ്പം റിക്കവർ ചെയ്തെടുത്ത് ഒരുപാട് കാര്യങ്ങൾ അതവർ പുനർനിർമ്മിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയും. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വൃത്തിയും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ കാണുന്ന ക്ഷേത്രഗോപുരമില്ല, അതെന്ന് പറഞ്ഞാൽ വിജയ ബെറ്റ്ലി ടെമ്പിളാണ്. അതിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ കൊത്തുപണികൾ അതിമനോഹരമായിട്ട് ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തല്ലോ എന്ന് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഹംപി വന്ന് കാണണം കേട്ടോ. അത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. ഈ ബസാറുകൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം നീളത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക. നമുക്ക് അതിശയമൊന്നും ഇങ്ങനെ ഒരു സാമ്രാജ്യം നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ഈ ഗോപുരത്തിനകത്താണ് നമ്മുടെ 50 രൂപ നോട്ടിലെ രഥമുള്ളത്, കല്ലുകൊണ്ടുണ്ടാക്കിയ രഥം. അത് 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആൾക്കാർ വന്നിട്ട് പേരൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇതിന് ചുറ്റും ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ തടി കൊണ്ട് വേലി നിർമ്മിക്കുന്നുണ്ട്. ആ കാണുന്ന സപ്തഗോപുര തൂണുകളും എല്ലാം നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പുത്തുമണികൾ കാണാൻ പറ്റും. ഒരിക്കലെങ്കിലും വന്നിട്ട് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം. ഞാൻ ഒരുപാട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, ചെറിയ വീഡിയോസാണ് എൻ്റെത്. ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇടുന്നു എന്നുള്ളേ ഉള്ളൂ. ഒരുപാട് വീഡിയോസും ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. എൻ്റെ ചെറിയ വീഡിയോസാണ് എല്ലാം. ജസ്റ്റ് പറഞ്ഞു പോവുക, ജസ്റ്റ് കാണിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. വീണ്ടും വീഡിയോസ് കാണുക. ബൈ ബൈ.